ഹലോ ഗൈസ്, എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ നവംബർ 28-ന് ESIC മോഡൽ ഹോസ്പിറ്റൽ ആൻഡ് രാജാജി നഗർ ബാംഗ്ലൂരിൽ കന്നഡ രാജ്യോത്സവം ഉണ്ടായിരുന്നു. കന്നഡ രാജ്യോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പിറവി. ഇവിടെ നവംബർ 1 തന്നെയാണ് ഇവരുടെ കന്നഡ രാജ്യോത്സവം. കേരള പിറവിക്ക് അവരിവിടെ അങ്ങനെ പറയുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫങ്ഷൻസൊക്കെ കണ്ടക്ട് ചെയ്ത് നവംബർ 28-നായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ലാബിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളൊരു ഫാഷൻ ഷോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കർണാടകയിലെ വിവിധ ഡിസ്ട്രിക്ട്സിൻ്റെ വേഷപ്പകർച്ചകളായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത്. അവരുടെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഞങ്ങളുടെ വീഡിയോയും ഫാഷൻ ഷോയുടെ വീഡിയോയും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗെറ്റ് റെഡി വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ എല്ലാം സംസാരം ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. അതാണ് നമ്മൾ പുറത്തൊക്കെ സ്റ്റേറ്റിലൊക്കെ വന്ന് വർക്ക് ചെയ്താലുള്ളൊരു ഗുണം. ഇവിടെ തമിഴ് കേൾക്കാം, മലയാളം കേൾക്കാം, കന്നഡ കേൾക്കാം, തെലുങ്ക് കേൾക്കാം. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുമ്പ്, അതായത് ഫാഷൻ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ട്രയലൊക്കെ ചെയ്ത് നോക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ വേഷം ഒരു മൈസൂർ സിൽക്ക് സാരിയാണ്. കർണാടകക്കാർക്ക് ഭയങ്കര പ്രാധാന്യമാണ് സാരികൾക്ക്. അപ്പോൾ ഇതും ഒരു മൈസൂർ സിൽക്ക് സാരിയാണ്. അപ്പം പിന്നെ ഇത് നോർത്ത് കർണാടകയുടെ വേഷമാണ് നിങ്ങളിപ്പം കാണുന്നത്. പിന്നെ അതേപോലെ ഇതൊരു ഫാൻസി സാരിക്ക് വേണ്ടി ഗെറ്റ് റെഡിയാണ് അവർ. അങ്ങനെ പല പല ഡിഫറെൻറ്റ് കുടകിലെ ഒരു വസ്ത്രധാരണം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മുഹൂർത്ത സമയത്ത് ഒരു ക്രീം കളർ സാരിയാണ് അതുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് റിസപ്ഷനുള്ള സാരി ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കോസ്റ്റ്യൂംസ് കൊണ്ട് കളർഫുള്ളായിരുന്നു ഞങ്ങളുടെ ഫാഷൻ ഷോ. അപ്പം അതിൻ്റെ നിങ്ങൾ ഗെറ്റ് റെഡി വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ കേളി ചെയ്തൊക്കെ ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സിൽക്ക് സാരി എന്ന് വെച്ചാൽ ഭയങ്കര വെയ്റ്റ്ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഉടുക്കാൻ ഭയങ്കര സുഖമാണ്, നല്ല കോസ്റ്റ്ലിയാണ്. അതായത് ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയിൽ തന്നെ ഇവർ മൈസൂർ സിൽക്കിൻ്റെ ഒരു സീലൊക്കെ ഉള്ള ഒരു സാരിയാണത്. അതിന് ഏകദേശം 7,000 മേലായതാണ്, 2,500. പിന്നെ ഗ്രീൻ സാരി 15,000 മേലായതാണ്. അപ്പം ഇതെല്ലാം പ്യുവർ മൈസൂർ സിൽക്ക് സാരി തന്നെ ആയിരുന്നു. അപ്പം അവർക്ക് നമുക്ക് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതും ഫാൻസി സാരിയുടെ റിസപ്ഷൻ സമയത്ത് വേഷമാണ് കണ്ടത്. അപ്പം അതാണത്. പിന്നെ ഇതെല്ലാം ഞങ്ങൾ പോവുകയാണ് ഇനി ഫാഷൻ ഷോയ്ക്ക് വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്റ്റൈലിന് ഞങ്ങൾ ഇറങ്ങിയതാണ്. എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ശരിക്കും ഇത് ഉത്തര കർണാടക വേഷവിധാനമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് റിസപ്ഷൻ്റെ വേഷമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഫാഷൻ ഷോ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓഡിയൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ആയിരുന്നു. അതിനുശേഷം എടുത്ത ഫോട്ടോസും റീൽസുമാണ് അടുത്തത്. ഫാഷൻ ഷോ വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.